ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു കുമ്പസാര അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നാണ് നമ്മൾ ഓർത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് പാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല പങ്കുവെക്കലുകളിലും പറയും, ഒരുങ്ങേണ്ടത് വേറെ ഒന്നുമല്ല, ആത്മീയമായ ഒരുക്കമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം ഇത് വിശുദ്ധമായിട്ട് സൂക്ഷിച്ചാൽ മതി, ബാക്കി ഒന്നിൻ്റെ ആവശ്യമില്ല. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പല പങ്കുവെക്കലുകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, ഞാൻ തന്നെ ഒരുങ്ങാണ്. പല പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിച്ചു തരുമ്പോഴും പ്രത്യക്ഷീകരണങ്ങളൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോഴും ഒക്കെ ഞാൻ അതിലൂടെ ചെയ്യുന്നത്, ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. നമ്മുടെ ഹൃദയം ശരിയാവണമല്ലോ, നമ്മുടെ സ്വഭാവം നന്നാവണമല്ലോ, നമ്മൾ സ്നേഹം കൊണ്ട് നിറയണമല്ലോ. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ ഒരുങ്ങാൻ പറയുന്നത്. പക്ഷെ നമുക്കത് പൂർണ്ണതയിൽ പറ്റാറില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ എപ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ബലഹീനതയാണ് എൻ്റെ. അപ്പം ഞാൻ ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏത് പാപമാണ് എടുത്തു മാറ്റാനുള്ളത് എന്ന് എപ്പോഴും ആത്മപരിശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെ ആത്മപരിശോധന ചെയ്യുന്നുണ്ടാകാം. എല്ലാവരും അങ്ങനെ ആത്മപരിശോധന ചെയ്യണം. അതാണ് യുഗാന്ത്യത്തിന് വേണ്ടിയുള്ള ഒരുക്കം. കാരണം മരണം നമ്മുടെ പടിവാതിക്കലുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ യുഗം അവസാനിക്കും. പൊതുവായിട്ടുള്ള യുഗാന്തി ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പലരും ഇപ്പോഴേ തന്നെ പോയി തുടങ്ങി. അപ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ച് കുറേ സംശയം ഉണ്ടായിരുന്നവരും അതില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ കുറേ പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം നന്നാക്കണം. അതാണ് എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും പറയുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, സ്നേഹം നിറഞ്ഞൊരു ജീവിതം നയിക്കണം എന്നാണ് എല്ലായിടത്തും പറയുന്നത്. ഞാനിപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇനി അടുത്ത പാപം, മാറ്റിക്കളയേണ്ട പാപം എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ചകഞ്ഞ് പരിശോധിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പാപം കണ്ടുപിടിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യം വന്നാൽ, വെറുപ്പ് വന്നാൽ അത് നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കും. ഹെബ്രായർക്കുള്ള ലേഖനം 14 അങ്ങനെയല്ല പറയുന്നത്, വിദ്വേഷം മൂലം സകല മനുഷ്യരും അശുദ്ധിയുള്ളവരായിട്ട് തീരും, ദൈവകൃപ അവരിൽ നിന്ന് അകന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ വിദ്വേഷം എന്ന് പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിദ്വേഷങ്ങൾ എന്തായാലും നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കും. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു സുഹൃതമാണ്, എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയം നിനക്കിരിക്കാൻ പറ്റുന്ന പൂങ്കാവനമാക്കി മാറ്റണമേ എന്ന്. ദേഷ്യവും കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ പൂങ്കാവനാവും. അപ്പം അതുകൊണ്ട് ഞാനിതിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി. പക്ഷെ പറ്റാറില്ല. ഓരോ പ്രാവശ്യവും ഞാൻ ആത്മപരിശോധന ചെയ്യുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യം, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഭയങ്കര സംഘർഷങ്ങളാണ് നടക്കുന്നത് ഹൃദയത്തിൽ. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുൻപിൽ വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ചതിയായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ ചതിക്കപ്പെട്ട് കഴിയും. പൈസയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ അവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കും. പക്ഷേ അവരെ കാണുമ്പോഴും അവരുടെ സംസാരം കേൾക്കുമ്പോഴും വളരെ മധുരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ നന്മയുടെ മുഖം മൂടിയിട്ട്
തിന്മ ചെയ്യുന്ന കുറേ വ്യക്തികൾ നമ്മൾ കണ്ടുമുട്ടും. ജീവിതമല്ലേ, ലോകമല്ലേ, പലതരത്തിലുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ കുറേയേറെ വലിയ ചതികളിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരു പരിധി വരെ ഞങ്ങൾ സാമ്പത്തികമായി തകരാനുണ്ടായ കാരണവും എൻ്റെ വീടിൻ്റെ പകുതി ഭാഗം പോകേണ്ടതായി വന്നതുമൊക്കെ ഞാൻ ഈ ചതിയിൽ പെട്ടിട്ടാണ്. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് നമ്മൾ വിശ്വസിക്കും, എന്നിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടിത്തറ ഇളകും. അങ്ങനെ അടിത്തറ ഇളകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എല്ലാം വിശ്വസിച്ചിട്ട്. അടിത്തറ ഇളകിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഇവരൊക്കെ സ്നേഹത്തിൻ്റെ മുഖംമൂടി ഇട്ടിട്ട് എന്നെ പറ്റിച്ച് കളഞ്ഞില്ലേ ദൈവമേ. അതും ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആരെല്ലാം എന്നെ വഞ്ചിച്ചിട്ടുണ്ടോ ചതിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു കഴിഞ്ഞു. കാരണം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞില്ല, അവരെ പിശാചാണ് ഭരിച്ചത്. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ മറ്റുള്ളവരെ ചതിച്ചതും ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ നടത്തിയതുമൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും വിചാരിക്കും, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ മനുഷ്യരെ ചതിയിൽ പെടുത്തണോ? എന്തൊക്കെ വഴികളാണ്, എന്തൊക്കെ കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്. എന്തായാലും ഞാൻ അതിനു വേണ്ടി കുറേ വഴക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും. തലയ്ക്ക് ഭ്രാന്തുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ വീണ്ടും അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിഷമം പറയുമ്പോൾ ഞാൻ മറ്റുള്ളതൊക്കെ പെട്ടെന്ന് മറക്കും. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര ബോധ്യങ്ങളുണ്ട്. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പൈസ കൊടുത്ത് ഞാൻ ആളുകളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന മോഷ്ടിക്കുന്നത്, അവർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ എനിക്കത്രയും വിഷമോ ദേഷ്യമോ ഒന്നും മനസ്സിൽ വരില്ല. അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി വലിയ പാപങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള പല വ്യക്തികളെയും കണ്ടുമുട്ടി സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, കുമ്പസാര കൂട്ടി കയറ്, എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം, അവിടെയാണ് പാപമോചനം എന്ന് പറഞ്ഞ് വിടും. പക്ഷെ അവർ ആശ്വാസത്തിന് വേണ്ടി അവരുടെ പാപം പറയുമ്പോൾ എത്ര മ്ലേച്ഛകരമായ പാപമാണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു പാപിയെയും കണ്ടതിന് ശേഷം ആ വ്യക്തിയോട് വെറുപ്പോ വിദ്വേഷമോ ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇപ്പോഴും പാപത്തിന് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർ പറ്റുന്നില്ല എനിക്ക് ചേച്ചി, ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ രഹസ്യമായിട്ട് ഇരുന്ന് കരഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുക. ഒരു കാരണവശാലും പാപത്തിൽ വീണ വ്യക്തികളോട് എനിക്ക് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് മറ്റുള്ളവരെ ചതിക്കുന്നവരെ, കരുതിക്കൂട്ടി ചതിക്കുന്നവരെ, മാത്രമല്ല തമ്പുരാൻ്റെ പ്രവൃത്തികൾ ചെയ്ത് തമ്പുരാൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, അതിൽ കൂടെ ചതി. ആ ചതി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടാവാം, ഫൈനാൻഷ്യലായിട്ടാവാം, ശാരീരികമായിട്ടാകാം ചതി നടക്കുക. ഇത് എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവരോട് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ദേഷ്യം വരും. എന്നാൽ ഇവരെങ്ങനെ ചതിച്ചല്ലോ ദൈവമേ, അല്ലെങ്കിൽ എന്നാലും ഇവളിങ്ങനെ ചതിച്ചത്, എന്തിനാ ഈ വക നാടകങ്ങളൊക്കെ കാണിച്ചത്. പക്ഷേ ഞാനിത് പുറത്ത് പറയാറില്ല. ചതിച്ച വ്യക്തികളായാലും അവർ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാനിത് പറയില്ല, ദേഷ്യപ്പെടാറില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെ എന്ത് അക്രമ ചെയ്തതല്ലേ, എന്തൊരു നാടകം അഭിനയിച്ചതല്ലേ, ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അത് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ ഞാനിതെല്ലാം വിട്ടുകളയാനും സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. വേറെ എനിക്ക് ലക്ഷ്യമൊന്നുമില്ല, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. പിന്നെ നമ്മോട് വളരെ സ്നേഹത്തിലിരുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്,
ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിച്ച ആളുകൾ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളെ ഭയങ്കര ദേഷ്യത്തിലായിട്ട് മാറുകയാണ്. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളെ കൊണ്ട്. എന്നാൽ അവർ ആ തെറ്റിദ്ധാരണകളൊന്നും നമ്മളോട് പറയുന്നില്ല. നിന്നെക്കുറിച്ച് ഇങ്ങനെ കേട്ടു, അതുകൊണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ദേഷ്യമാണ് എന്ന് നേരിട്ട് പറഞ്ഞാൽ മതി. അപ്പം ആ പ്രശ്നം അവിടെ തീരും. നമ്മൾ പറയുന്നതായിരുന്നു കാരണം, ഇങ്ങനെയാണ് എന്ന്. അങ്ങനെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ കുറേ പേര് അകന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വേദന ഉണ്ടാകുക അവരോട്. ആ തെറ്റിദ്ധാരണ ഒന്ന് അകറ്റിയവരെ അകറ്റുന്നത് ചതിച്ചതും വഞ്ചിച്ചതുമായിട്ട് പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് നമുക്ക് അവരോട് വിഷമം തോന്നുക, വേദന തോന്നുക. ഇന്നൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഉടനടി അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്കറിയാലോ, പിശാചിൻ്റെ ചങ്ങല കാലുമ്മ കിടക്കുന്നവരാണ് അപവാദം പറയുന്നതും ബന്ധങ്ങളെ അകറ്റുന്നതും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചതിക്കുന്നതും. പെറ്റമ്മയെപ്പോലെ സ്നേഹിച്ചവർ, സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചവർ, ആത്മാർത്ഥമായ കൂട്ടുകാരെ, ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, ഞാൻ എത്ര സുവിശേഷ പ്രഘോഷം നടത്തിയാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നാലും എന്ത് നാടകം അവൻ കളിച്ചത്, ഇവളെ എന്ത് നാടകം കളിച്ചത്, എന്നിട്ടല്ലേ ഇങ്ങനെ പറ്റിച്ചു പോയത്, ഭയങ്കരമായി ഞാൻ ചിന്തിക്കുന്നതാ. എന്നിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുക. ലക്ഷ്യം ശരിയല്ല ഇവരുടെ. ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തളച്ച് മറിയും. പുറത്തേക്ക് ഞാനൊന്നും പറയില്ല. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് പോകണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്തിനാ ഞാനിങ്ങനെ ഇതൊക്കെ ചിന്തിക്കുന്നത്? ചതിച്ചവർ ചതിച്ചോട്ടെ, വഞ്ചിക്കുന്നവർ വഞ്ചിച്ചോട്ടെ. പക്ഷേ ഈ ചതിച്ചവരെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരറിയില്ല അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന. പെട്ടെന്നൊരു ചതിയിൽ അവർ പെടും. അത് എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ അത്ര ഉറ്റവരാണെങ്കിൽ ഞാൻ പറയും, സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, സൂക്ഷിക്കണം. എന്നിട്ട് ഞാൻ തന്നെ വിചാരിക്കും, ദൈവമേ, ഈ പോകുന്നിടത്തൊക്കെ ഇവരിങ്ങനെ ചതിക്കില്ലേ? എത്ര നിരപരാധികൾ ചതിക്കപ്പെടും. അതുപോലെ കൗൺസിലിംഗ് പോലെ പലരും വന്ന് പറയുന്ന ഓരോ കഥകൾ, അത് സഹിക്കാൻ പറ്റില്ല. ഇന്ന ആളിൽ നിന്ന് ഇന്ന അനുഭവം എന്നൊക്കെ. ഇത് ചിന്തകൾ മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ കിടന്ന് മറയാണ്. ചിലപ്പോഴൊക്കെ കരഞ്ഞു പോവാറുണ്ട്. ദൈവമേ, ലോകത്തിൽ ഇത്രമാത്രം പാപം, ഇത്രമാത്രം ചതി, അതും ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നവർ, അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് കൗൺസിലിംഗ് വരുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുക. പക്ഷെ സത്യം അതൊന്നല്ല. ഇതൊക്കെ കേട്ട് ഞാനിതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന് മറയും. അപ്പോൾ ചെറുത് ദേഷ്യം വരും. എന്തായാലും ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ദൈവമേ, മരിക്കുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ഹൃദയം നിനക്ക് പറ്റിയൊരു പൂങ്കാവനമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമോ? ഈ ചിന്തകൾ എന്നെ വളരെയധികം അശുദ്ധിയിലേക്ക്, അതായത് വെറുപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കിഷ്ടമല്ല അങ്ങനെ വെറുക്കാൻ. ഞാനൊരാളുടെ ദുഃഖം കേൾക്കാനും പോകുന്നില്ല. ദൈവമേ, നീ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുക. എൻ്റെ മനസ്സിൽ തളച്ചു മറിയാണ് ദേഷ്യം. എന്നാൽ പുറത്തേക്കോ ഞാനിതൊന്നും കാണിക്കാതെ ഞാൻ അവരെ കാണുമ്പോൾ ചിരിച്ച് സൗമ്യമായി നിൽക്കും. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതുപോലെ ചില വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈശോ സന്ദേശം തരും. പലപ്പോഴും അങ്ങനെ സന്ദേശം തന്നിട്ടുണ്ട്. ഈശോയുടെ സന്ദേശം അവഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ബന്ധങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. ഈശോ ഇപ്പോഴും പറയും, ഇയാളെ സൂക്ഷിക്കണം, ഇയാളെ സൂക്ഷിക്കണം എന്ന് പറയും. ഇപ്പം മനസ്സിലാവുന്നുണ്ട്, ഇപ്പം വിവരം വന്നു. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കും, വളരെയധികം പ്രാർത്ഥിക്കും, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ കൂട്ടായ്മയെയോ നമ്മുടെ കുടുംബത്തെയോ ഒക്കെ. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായ ഈ വേദനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാപമായിട്ട് കിടക്കുകയാണ്. എനിക്കറിയാം അത് പാപമാണ് എൻ്റെ. കാരണം എൻ്റെ ഹൃദയം നിർമ്മലമാകണമെങ്കിൽ ഈ ഒരു തളച്ചുമറിയൽ, ദേഷ്യം തളച്ചുമറിയൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകണം. പ്രിയ കൂട്ടുകാരെ, അത് ഓരോ ആഴ്ചയിലും ഞാൻ എൻ്റെ മനസ്സിന് വളരെയധികം പരിശോധിക്കും. യുഗാന്ത്യത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ആരോടെങ്കിലും ഈ ആഴ്ച കേട്ട കാര്യങ്ങളിൽ ആരോടെങ്കിലും എനിക്ക് വിഷമമുണ്ടോ?
ഈ ആഴ്ച ഉണ്ടായ അനുഭവങ്ങളിൽ ആരോടെങ്കിലും എനിക്ക് വിഷമമുണ്ടോ? അങ്ങനെ ഞാൻ ചരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് വിഷമങ്ങളും ദേഷ്യവും വരുന്ന അവസ്ഥകൾ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കുമ്പസാരക്കാരൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പാപം ഇതാണ്. അപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഈശോ പറഞ്ഞു, സൗമ്യമായിട്ട് പെരുമാറാം, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാം, എന്നിട്ട് നമുക്ക് ദൈവം ശാന്തശീലനാണല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, ഞാൻ അവരോടൊക്കെ സൗമ്യമായി തന്നെ പെരുമാറുന്നേ. അപ്പോൾ കുമ്പസാരക്കാരൻ വെച്ച്, പിന്നെന്താ, എൻ്റെ ഉള്ളിലെ ചിന്തകളാണ് ഇതൊക്കെ, അല്ലാതെ ഞാൻ പുറത്തേക്ക് ഞാൻ അവരെ ഷൗട്ട് ചെയ്യോ ഒന്നുമില്ല. ചതിക്കുന്നൊരു വ്യക്തി മുന്നിൽ വന്ന് ചതിയുടെ കാര്യങ്ങൾ നന്മ പുരട്ടി പറയുമ്പോൾ എനിക്കറിയാം ഇവൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ. എന്നിരുന്നാലും ഞാനത് അവരുടെ മുഖത്ത് കാണിക്കാറില്ല, എൻ്റെ മുഖത്ത്. അപ്പോൾ കുമ്പസാരക്കാരൻ ചോദിച്ചു, അപ്പോൾ ദേഷ്യപ്പെടുന്നില്ല? പിന്നെന്താ, അല്ല, എൻ്റെ ഹൃദയത്തിൽ ദേഷ്യം ഇങ്ങനെ വളരെ ഫൈറ്റിങ് നടക്കുന്നുണ്ട്, ആത്മസംഘർഷം. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലാണ് പ്രശ്നം. നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. നിങ്ങളുടെ ബാഹ്യമോടികളല്ല ഞാൻ നോക്കുക, വിധി ദിവസം ഞാൻ നിങ്ങളുടെ ഹൃദയമാണ് നോക്കുക. ഞാൻ പറഞ്ഞു, ഉന്നതങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവിൻ്റെ ഹൃദയം നോക്കുമ്പോൾ ആ ചതിച്ച വ്യക്തികളോടൊക്കെ എനിക്ക് ഒരു തരം ദേഷ്യമുണ്ട്. ഇങ്ങനെ ചെയ്തില്ലേ, ഇനി മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതെൻ്റെ മനസ്സിൽ കിടന്ന് തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമ്മൾ ആലോചിക്കുക. ഫിലിപ്പ് നേരി എന്ന് പറയുന്ന വിശുദ്ധൻ്റെ കാര്യമാണ് ഒരു പ്രാവശ്യം ഒരു കുമ്പസാരക്കാരൻ എന്നോട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ, ശരിയല്ലാത്തത് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ ഓർക്കുക, പരിശുദ്ധാത്മാവില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇങ്ങനെ ചതിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെ പോലെ ആകുമായിരുന്നു. അപ്പോൾ ചതിക്കുന്ന ഒരു വ്യക്തി, നമ്മെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുമ്പോൾ പറയുകയാണ്, ഫിലിപ്പിനേരി പറയുന്നു, ദാ പോകുന്നു ആത്മാവില്ലാത്ത ഫിലിപ്പിനേരി. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ ഫിലിപ്പ് നേരിയും അതുപോലെ ആകും. അതുകൊണ്ട് അവരുടെ കുറവ് പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് അവരിൽ നിന്ന് അകന്നുപോയി, പകരം അശുദ്ധാത്മാവ് അവരിൽ കയറി. അതാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം. എത്ര പ്രാർത്ഥിച്ചിട്ടും മദ്യപിക്കും, എത്ര പ്രാർത്ഥിച്ചിട്ടും മോശപ്പെട്ട വാക്കുകൾ പറയും, ആരെയും അംഗീകരിക്കില്ല. അവരെ നോക്കിയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരും കുടുംബത്തിൽ ജീവിക്കുന്നവരും പ്രാഗിക്കൊണ്ടിരിക്കും, ഇതെന്ത് സാധനം, ഇതിനെത്ര നന്നാക്കിയാലും നന്നാവില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയതാ കാരണം, അശുദ്ധാത്മാവ് കയറിയിരിക്കുന്നതാണ് പ്രശ്നം. എനിക്ക് ഈ ഒരു ചിന്ത എന്നെ വളരെയധികം സഹായിച്ചു. ശരിയാണല്ലോ ദൈവമേ, വിശുദ്ധ ഫിലിപ്പിനേരി പറഞ്ഞത് ശരിയാണ്. ദാ പോകുന്നു പരിശുദ്ധാത്മാവില്ലാത്ത ഫിലിപ്പിനേരി. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ വിശുദ്ധനായ ഫിലിപ്പിനേരിയും ഇതുപോലെയാകുമായിരുന്നു. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ ആലീസ് ഫ്രാൻസിസും അതുപോലെ മറ്റുള്ളവരെ ചതിക്കുമായിരുന്നു. എൻ്റെ ഒരു പ്രതിരൂപമാണത്. അവിടെ പരിശുദ്ധാത്മാവില്ല എന്ന് മാത്രം, പകരം അശുദ്ധാത്മാവ് കയറിയിരിക്കുകയും ചെയ്തു. അവരറിയുന്നില്ല അശുദ്ധാത്മാവാണ് അവരെ ഭരിക്കുന്നതെന്ന്. ഈയൊരു ഉപദേശം എന്നെ വളരെയേറെ സഹായിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി, പരിശുദ്ധാത്മാവില്ലാത്ത ആലീസ് ഫ്രാൻസിസാണ് അത് പോകുന്നത്, പരിശുദ്ധാത്മാവില്ലാത്ത ആലീസ് ചേച്ചിയാണ് ആ പോകുന്നത്, പരിശുദ്ധാത്മാവില്ലാത്ത ഞാനാണ് ആ പോകുന്നത്. കാരണം എൻ്റെ പ്രതിരൂപമാണ് അവർ, ആത്മാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവർ പരിശുദ്ധാത്മാവിനെ നിറയാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞ് കുറേ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ എന്നെ നല്ല ചിന്തയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക.
നമുക്കറിയാലോ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അടിക്കടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ ക്ഷമ കെടുത്തുന്ന കുറേ പ്രശ്നങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ കർത്താവിനോട്, ഞാൻ പറഞ്ഞില്ലേ എന്നെ വേഗം കൊണ്ടുപോകാൻ. എനിക്ക് ഈ അന്യായമൊന്നും അനീതിയൊന്നും കണ്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്ലീസ് കർത്താവേ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷമൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെർമനൻ്റായിട്ട് വരുന്നതിനേക്കാൾ മുൻപ് നീ എന്നെ കൊണ്ടുപോകണം. ഈ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, നന്മയുടെ മൂടുപടമണിഞ്ഞ് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ദേഷ്യം തിളച്ചു വന്നു. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞൊടിയത്, പോകുന്നു പരിശുദ്ധാത്മാവില്ലാത്ത ആലീസ് ഫ്രാൻസിസ്. ആലീസ് ഫ്രാൻസിസിൻ്റെ ഗതി കണ്ടോ, പരിശുദ്ധാത്മാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവർ പരിശുദ്ധാത്മാവിനെന്നറിയാൻ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അടിക്കടി ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങി. കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നത്, മിനിറ്റിൽ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ പിശാച് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പിടുത്തം വിട്ടു. ഞാൻ പറഞ്ഞത്, എന്തൊരു കഷ്ടമാണ് ദൈവമേ, പരിശുദ്ധാത്മാവിൽ നിറയണമേ. എൻ്റെ മനസ്സിൽ കുറേശ്ശെ പിന്നെയും ഈശോയോടും എന്നോടും എല്ലാവരോടും ദേഷ്യം വന്നു തുടങ്ങി. എന്താ ഇതിങ്ങനെ? ഞാൻ എൻ്റെ ഇടവക പള്ളിയിലെ കുമ്പസാരക്കൂട്ടിൽ കയറി. ഞാൻ പറഞ്ഞു, ഈ ഒരു ചിന്ത എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെനിക്ക് ശാന്തമാക്കാൻ കഴിയുന്നില്ല. വചനമുണ്ട്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. വചനമൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ മനുഷ്യരുടെ ഈ ഭയങ്കരമായിട്ടുള്ള അനീതി, അവരുടെ വഞ്ചന കണ്ടിട്ട് എൻ്റെ മനസ്സിൽ വീണ്ടും വിഷമം ഇങ്ങനെ വരിക. എന്ത് ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചതിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് നമ്മുടെ കാവൽ മാലാഖയോട് പറയണം, എൻ്റെ കാവൽ മാലാഖെ, അവൻ്റെ കാവൽ മാലാഖയോട് ഒന്ന് ചെന്ന് പറയേ, അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. എൻ്റെ കാവൽ മാലാഖെ, നീ അവളോടൊന്ന് ചെന്ന് പറയേ, അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയല്ല എന്ന് ഒന്ന് ബോധ്യക്കൊടുക്കാൻ അവളുടെ കാവൽ മാലാഖയോടൊന്ന് ചെന്ന് പറയേ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖ അത് നോക്കിക്കൊള്ളും. പിന്നെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പിന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആക്കാം. കാരണം നമ്മൾ നമ്മുടെ ദൈവദൂതനോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദൈവദൂതന്മാരോട് ചെന്ന് പറയാൻ. നമ്മുടെ മാലാഖ അത് ചെയ്തിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇത്രയും വർഷത്തിലെ കുമ്പസാരത്തിനിടയിൽ ഇങ്ങനെ 2 ചിന്തകൾ കേട്ടിട്ടില്ല. ഇത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 2 ദിവസം മുൻപ് വരെ എൻ്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്. ചതിക്കുന്ന, വഞ്ചിക്കുന്ന, തെറ്റ് ചെയ്യുന്ന മക്കളെ കാണുമ്പോൾ, തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ ചതിക്കണമെന്ന ലക്ഷ്യമില്ല, അവർ സ്വയം പാപത്തിൽ വീഴുന്നതാണ്. ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്യുന്ന മക്കൾ, അത് പാപത്തിൽ വീണു. ആരും ചതിക്കാൻ വേണ്ടിയല്ല അവർ ചെയ്തത്, അവരുടെ ശാരീരികമായിട്ടുള്ള ദുർബലത കാരണം അവർ പാപത്തിൽ വീണതാണ്. അവിടെ ചതിയില്ല, പാപം മാത്രമേ ഉള്ളൂ. ഒരുത്തനൊരു കൊലപാതകം ചെയ്തു, അത് അവന് ദേഷ്യം വന്നപ്പോൾ ചെയ്തതാ, അല്ലാണ്ട് ചതിച്ചിട്ടില്ല. ചതിക്കാൻ വേണ്ടിയല്ല, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ കൊന്നു. ഇത് അങ്ങനെ അവരെ നോക്കി എനിക്ക് വെറുപ്പോ വൈരാഗ്യമൊന്നുമില്ല. ശരിക്കും ഞാൻ അങ്ങനത്തെ പാപികളെ നോക്കി പാപികൾക്ക് വേണ്ടി നന്നായി സഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ചതിക്കണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഒരാളുടെ ജീവിതം തകർക്കാൻ, ഒരാളെ പറ്റിക്കാൻ, നന്മയുടെ വേഷമണിഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കി അവരുടെ കുടുംബത്തെ ചതിക്കുക, തകർക്കുക, അങ്ങനത്തെ ലക്ഷ്യം വെച്ച് ചതിക്കുന്നവരോടാണ് എനിക്ക് വെറുപ്പ്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കുമ്പസാരക്കൂട്ടിൽ കയറിയത്. അതുപോലെ എനിക്ക് ചിന്തയുണ്ട്, ഇവർ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ അപവാദം പറഞ്ഞ് ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ശാന്തയാണ്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു.
ഞാൻ പറഞ്ഞു, എൻ്റെ കാവൽ മാലാകെ ആ മകൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, നീ ചെന്ന് അതിൻ്റെ കാവൽ മാലാകയോടൊന്ന് പറയ്, അതിനെ അതൊന്ന് ബോധ്യപ്പെടുത്താൻ. എൻ്റെ കാവൽ മാലാകെ ഈ മനുഷ്യൻ ചെയ്ത് ശരിയല്ല കേട്ടോ, ഇനി ചെന്നിട്ടൊന്ന് പറയ് അതിനോട് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ. പിന്നെ എനിക്ക് ഡ്യൂട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ ഇത് ചതിയാണ് വഞ്ചനയാണ് ഞാൻ ആരോട് പറയേണ്ട കാര്യമില്ലല്ലോ, അത് കാവൽ മാലാക നിർവഹിച്ചോളൂ. എന്തൊരു ആശ്വാസമാണെന്നറിയും. ഒരു കുമ്പസാരത്തിൽ കൂടെ 2 കുമ്പസാരത്തിൽ കൂടെ എനിക്ക് കിട്ടിയതാണ്. ഇനി കൊടും പാവത്തിൽ വീഴുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ പറയും, ദാ പോകുന്നു പരിശുദ്ധാത്മാവില്ലാത്ത ആലീസ് ഫ്രാൻസിസ്, ദാ പോകുന്നു പരിശുദ്ധാത്മാവില്ലാത്ത ആലീസ് പോകുന്നു. 2 വലിയ ബോധ്യങ്ങൾ. ഞാൻ ഇന്ന് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത് ഈ 2 കുമ്പസാരത്തിൽ കൂടെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് എന്നോട് പങ്കുവയ്ക്കാൻ ഈശോ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആരോടൊക്കെ ഇതുപോലെ വിഷമം വരും. ഒരുപാട് ജീവിത പങ്കാളികളോട് വിഷമമുള്ള കൗൺസിലിങ്ങുകൾ ഞാനിങ്ങനെ, കൗൺസിലിംഗ് എന്നല്ല ഷെയറിങ് എന്ന് പറയും, അല്ലാതെ കൗൺസിലിങ്ങിനൊന്നും ഇരിക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ വാട്സപ്പിൽ കേൾക്കും, ജീവിത പങ്കാളികളോട് ഇതുപോലെ ചതിക്കുന്ന ജീവിത പങ്കാളികളെ, അംഗീകരിക്കാൻ കഴിയാത്ത ജീവിത പങ്കാളികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുടെ ചതി കണ്ടിട്ട് വിങ്ങിപ്പൊട്ടുന്ന അമ്മമാരുണ്ട്. ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക്. ഒരു പരിധിവരെ അമ്മമാർക്ക് ദേഷ്യമല്ല കേട്ടോ, ആൺമക്കളായാലും പെൺമക്കളായാലും അവരെ വേദനിപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ എല്ലാ അമ്മമാരും എൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അവർക്ക് ദേഷ്യമൊന്നുമല്ല വരുന്നത്. പക്ഷെ ഞാനൊക്കെ ദേഷ്യപ്പെടുന്നത് എൻ്റെ മക്കളിൽ നിന്നല്ല എനിക്ക് വേദന കിട്ടുന്നത്, മറ്റുള്ളവരിൽ നിന്നല്ലേ. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതം കൊടുത്ത് കരം പിടിച്ചുയർത്തിയവർ എന്നെക്കുറിച്ച് ചതിയും വഞ്ചനയും പരത്തുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഒരു പരിധിവരെ ഒരുപാട് മക്കൾ കൈപ്പിടിച്ചുയർത്തിയിട്ടുണ്ട്, അഭയമില്ലാതാകുമ്പോൾ അഭയം കൊടുത്തിട്ടുണ്ട്, പൈസയില്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, സമാധാനം ഇല്ലാണ്ട് വരുമ്പോൾ സമാധാനം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഒരു സ്റ്റാൻഡിലെത്തുമ്പോൾ പിന്നെ നമ്മളെ അവോയ്ഡ് ചെയ്യും, നമ്മളെ മറക്കും, നമ്മളെ ആരും അല്ലാതാകും. അപ്പോൾ ഒരു വേദനയുണ്ട്, സത്യമല്ലാത്തതൊക്കെ പറയും. അപ്പോൾ ഭയങ്കര വേദന വരും, ഭയങ്കര ദേഷ്യം വരും. പക്ഷേ അമ്മമാരുടെ കഥ അങ്ങനെയല്ല. സ്വന്തം മക്കളെ അടിച്ച് പുറത്താക്കാൻ നിൽക്കുമ്പോൾ, ഇനി ഞാനൊരു അമ്മയെ കണ്ടുമുട്ടി, പണ്ട് എന്തൊരു സ്നേഹമായിരുന്നു ചേച്ചി, ഇപ്പം പറയും പൊട്ട വാക്കിൽ പറഞ്ഞ് കൈമുട്ട് കയറി പറയും, ഞാൻ ശരിയാക്കും, മിണ്ടാതിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഈ ലോകത്ത് നടക്കുന്നതാ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ദേഷ്യം വരും. എന്താ ഇത്? പ്രിയ സഹോദരങ്ങളെ, ദേഷ്യവും കോപവും നമ്മുടെ ഹൃദയത്തെ മലിനമാക്കും. ഉറപ്പാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് അകന്നു പോകും. ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം, കുടുംബത്തിലെ ബന്ധുക്കളായിരിക്കാം നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത്. പെറ്റ അമ്മയെ നോക്കാതെ മാന്യതയുടെ മുഖമോടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. ഭയങ്കര മാന്യതയാണ്, ഭയങ്കര ശുശ്രൂഷകളാണ്, എല്ലായിടത്തും പോവും, പക്ഷെ പെറ്റ അമ്മയെ നോക്കില്ല. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ കണ്ട സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും മോശക്കാരാണെന്നാണ് വിചാരം. കുറേ പേര് എന്നോടിപ്പോൾ വന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അവരോട് പറയും, ദൈവമേ ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അവർ പറയും, ചേച്ചി എന്താണെന്നറിയില്ല, ചേച്ചിയോട് വന്ന് പറയാം, ഒരു സമാധാനത്തിന്. ഞാൻ സമാധാനത്തിനാണോ എന്നാൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാം. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ദേഷ്യമായിട്ട് വരും. ഇപ്പോൾ മുതൽ ഞാൻ അവരെ ഉപദേശിക്കും, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, ദാ പോകുന്നു ആത്മാവില്ലാത്ത സ്വയം പേര് പറയുക, പരിശുദ്ധാത്മാവില്ലാത്ത ഞാനാണ് പോകുന്നത്. അതുപോലെ വല്ലാണ്ട് വിഷമിപ്പിക്കുമ്പോൾ പറയേ, എൻ്റെ കാവൽ മാലാകെ, അവൻ്റെ കാവൽ മാലാകയോടൊന്ന് ചെന്ന് പറയേ, അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. യുഗാന്ത്യത്തിൽ കർത്താവ് നമ്മെ വിധിക്കാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതായി കാണണം, സ്നേഹം നിറഞ്ഞതാകണം. സ്നേഹം പോയിട്ട് മറ്റുള്ളവരുടെ ദേഷ്യം വന്നു കഴിഞ്ഞില്ലേ പണി. നമ്മൾ ചെയ്യുന്നതിലൊന്നും പിന്നെ വിലയില്ലാതാവില്ലേ.
നമ്മൾ പാപികളാണ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള പശ്ചാത്തലം നമ്മുടെ ഈശോയ്ക്ക് അറിയാം. ഈശോ പശ്ചാത്തലം നോക്കിയിട്ട് വിധിക്കുള്ളൂ. എങ്കിലും നമ്മൾ ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമാകണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ കുമ്പസാര അനുഭവം പങ്കുവെച്ചത് ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് ഉപകരിക്കും. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. ജീവിത പങ്കാളി തീർത്തും എതിർപ്പും ചതിയും ചെയ്യുമ്പോൾ നമുക്ക് പറയാം, എൻ്റെ കാവൽ മാലാഖി, അവൻ്റെ കാവൽ മാലാഖിയോട് ഒന്ന് ചെന്ന് പറഞ്ഞോളോ അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന്. അപ്പം തന്നെ നമ്മുടെ ഭാരം കുറയും, ഉറപ്പാണ്. ഈശോ ഇടപെടും സഹോദരങ്ങളെ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ. ഞാൻ ഈ ഒരാഴ്ചയിൽ കേട്ടിട്ടുള്ള ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഒക്കെ നിസ്സഹായ അവസ്ഥ, ഇതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. എന്തുമാത്രം സഹിച്ചിട്ടാ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കുന്നതെന്നറിയോ. ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. കുടുംബം തകരാതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. വലിയ ചതികളൊക്കെ സഹിച്ച് അവർ ജീവിക്കുന്നുണ്ട്. ഞാൻ ഈശോയോട് പറയും, കർത്താവെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ദേഷ്യമൊക്കെ വന്നാൽ ക്ഷമിക്കണം കേട്ടോ. അവരിങ്ങനെയൊക്കെ ആയിട്ടും ക്ഷമിച്ച് നിൽക്കുന്നില്ല ഈശോയെ. വെറുപ്പ് മാറ്റാൻ, ദേഷ്യം മാറ്റാൻ നിങ്ങളും ഈ ഒരു സൂത്രപ്പണി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു നോക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, എന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കാൻ ഈ തിരുരക്തത്തിൻ്റെ മാസത്തിൽ ഈശോയുടെ തിരുരക്തമേ. ഞാൻ നേരത്തെ ഒരു സുഹൃതജപം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ സുഹൃതജപങ്ങൾ. അത് വലിയ ഫലം ചെയ്യുന്നതാണ് കേട്ടോ. ഈശോയുടെ മുൾമുടിയിൽ നൊടുകുന്ന തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. ഇതുപോലെ ചതിക്കുന്നവരുടെ കഥകൾ കേൾക്കുമ്പോൾ, അവരെ കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. അവരെ ഭരിച്ചിരിക്കുന്ന പിശാചിൻ്റെ തല തകർക്കണമേ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ, തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും, ശുദ്ധീകരാത്മാക്കളെയും രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഇതൊക്കെ ഓരോരോ സുഹൃജപങ്ങളാണ്. ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മെ ചതിക്കുന്നവരെ നോക്കി നമുക്ക് പറയാം, ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തമേ, അവനിലെ പിശാചിൻ്റെ തല തകർക്കണമേ. ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ, എൻ്റെ ഉള്ളിലുള്ള പിശാചിൻ്റെ തല തകർക്കണമേ. ഈശോയുടെ തിരുരക്തം നമ്മെയും അവരെയും വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.